ഓപ്പോയുടെ ഓപ്പോ K13X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K13X 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ K13X 5Gയിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫുൾ HD റെസൊല്യൂഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അപ്പം 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ അത് മിസ്സിംഗ് ആണ്. ഇപ്പോൾ കോമ്പറ്റീഷനിൽ വരുന്ന ഫോണുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ മോട്ടോ G35 5G, അതുപോലെ തന്നെ പോക്കോ M6+ 5G, iQOO Z9X 5G, സാംസങ് M16 F16 എന്നീ ഫോണുകളിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷനേ ഉള്ളൂ എന്നത് കുറച്ചൊരു നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻട്രൽ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. ഏകദേശം 89.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഇതിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1000 നിറ്റ്സ് ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനെങ്കിലും കൊടുക്കായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതല്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. MIL STD 810H സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ 360 ഡിഗ്രി ഡാമേജ് പ്രൂഫ് ആർമർ ബോഡിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അലൂമിനിയം അലോയ് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു ഫോണ് അവർ മെയിനായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് ഈ ഒരു പേരും പറഞ്ഞിട്ടാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറൊക്കെ ആയിട്ട് വരുന്നത് എന്നും പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ മിഡ് നൈറ്റ് വയലറ്റ് അതുപോലെ തന്നെ സൺസെറ്റ് പീച്ച് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അപ്പോൾ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഗെയിമിങ്ങും പെർഫോമൻസ് ഒക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ തന്നെ Infinix Note 50X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 9ഓളം 5G ബാൻഡ്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4 GB റാമും 128 GB ഇന്റേണലുമാണ് വരുന്നത്. 6 GB റാമും 128 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8 GB റാമും 128 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പുമാണ് വരുന്നത്. റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ വരുന്നുള്ളൂ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണുകളിലും നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനിൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ വേറെയും വരുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള കളർവോയ്സ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ആവറേജ് എന്ന് പറയാവുന്നതാണ്. വളരെ മികച്ചൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അതുമാത്രമല്ല 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്.
അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 GB റാം വെർഷന്റെ വില വരുന്നത് 11,999 രൂപയാണ്. 6 GB റാം വെർഷന്റെ വില വരുന്നത് 12,999 രൂപയാണ്. 8 GB റാം വെർഷന്റെ വില വരുന്നത് 14,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി 4 GB റാം വെർഷനും 6 GB റാം വെർഷനൊക്കെ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 8 GB റാം വെർഷന് 2000 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നതായിരിക്കും. ജൂൺ 27 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നില്ല. പ്രോസസ്സറും അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നല്ല ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. ഇനി നമ്മൾ കോമ്പറ്റീഷനിൽ വരുന്ന മറ്റ് ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണുകളിലും നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന് മെയിനായിട്ട് കോമ്പറ്റീഷൻ വരുന്ന ഒരു ഫോണാണ് iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോൺ. അതിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെ അതിലും വരുന്നുണ്ട്. ഇതുപോലെ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ആ ഒരു ഫോണിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ 5G ഫോൺ വരുന്നുണ്ട്. അതിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പോക്കോ M6 Plus 5G, മോട്ടോ G35 5G എന്നീ ഫോണിലൊക്കെ വരുന്നുണ്ട്. ആ ഫോണുകളിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും ഇതുപോലെ ഇതിനടുത്ത് വരുന്നൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അതിലും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെയും വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബിൽഡ് ക്വാളിറ്റിയും ബാറ്ററിയൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് നോക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.